പുതിയതായി ചാർജ് എടുത്ത 2025 മാസങ്ങളെല്ലാം അർജന്റായി ഒരു മീറ്റിങ്ങിന് വിളിച്ചു. ഈ വർഷത്തോടെ ഈ ലോകം നന്നാക്കാനായിട്ടാ ഞാനിവിടെ ചാർജ് എടുത്തത് കേട്ടോ. മാസങ്ങളെല്ലാവരും കേൾക്കാൻ തീരെ താല്പര്യമില്ലാതെ തലയാട്ടി. ഓരോരുത്തരെ കള്ളുകൂടി നിർത്തൂന്നും ജിമ്മിൽ പോകുമെന്നും നല്ലവരാകുമെന്നും ഒക്കെ പ്രോമിസ് ചെയ്തിട്ട് ഒരുത്തരും നന്നായി കാണുന്നില്ലല്ലോ. 2025 ജനുവരി മാസത്തോട് ചോദിച്ചു, നിനക്കിവിടെ എന്താണ് പണി? ജനുവരി ക്ഷീണിതനായി പറഞ്ഞു, എല്ലാവരും ആദ്യം എൻ്റെ നെഞ്ചത്തോട്ടല്ലേ സാർ കയറുന്നത്, ജനുവരിയുടെ ജീവൻ പോയി സാർ. ഫെബ്രുവരി ചാടി കയറി പറഞ്ഞു, ഞാൻ വാലന്റൈൻസ് ഡേയുടെ തിരക്കിലാ സാർ, ഇത്തവണ കമിതാക്കൾക്ക് ഓയോ റൂംസ് കിട്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഉറക്കം പോലുമില്ല. മാർച്ചിന് ആവേശം കയറി, എനിക്ക് ഹോളിയുടെ 100 കൂട്ടം പണിയുണ്ട്, എന്നെ വെറുതെ വിട്ടേരെ. അങ്ങനെ എല്ലാ മാസവും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തലയൂരി. 2025 ദേഷ്യം വന്നു. ഇതൊക്കെ എല്ലാ വർഷവും വരുന്നതല്ലേ, പുതിയതായി ഒന്നുമില്ലേ? ഈ ഓണവും ക്രിസ്മസും റംസാനും ഒക്കെ എല്ലാ വർഷവും ആഘോഷിച്ച് ആളുകൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും. എന്തേലും പുതിയ പരിപാടി ഇട്ട് കൊടുത്താലല്ലേ ജനങ്ങൾക്ക് നന്നാവും തോന്നൂ. ഡിസംബർ പല്ല് കടിച്ച് പറഞ്ഞു, ഇവിടെ ഇതൊക്കെയാണ് സാർ പതിവ്. വർഷം മാറിയതുകൊണ്ട് ഇവിടെ ഒരു തേങ്ങയും നടക്കാൻ പോണില്ല. നന്നാവുന്നവൻ നന്നാവും, നന്നാക്കേണ്ടത് നന്നാക്കും. അത് കേട്ട് 2025 സഹിച്ചില്ല. അപ്പോ ഞാൻ മാത്രം ഇവിടെ കിടന്ന് പട്ടിഷോ കാണിച്ചിട്ട് കാര്യമില്ലല്ലേ? ഒരുത്തരും നന്നാവണ്ട തെണ്ടികളെ. പിറകിൽ 2023 2024 ഒക്കെ തലകുത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.